ഇത്തവണ ഐ.എസ്.എൽ പങ്കെടുക്കുന്ന മൂലമുണ്ടാകുന്ന വലിയ നഷ്ടം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഭൂരിഭാഗം ക്ലബ്ബുകളും മാക്സിമം ചെലവ് കുറയ്ക്കുക എന്ന നയമാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി ക്ലബ്ബുകൾ അവരുടെ താരങ്ങളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനും ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഫിഫയുടെ നിർദ്ദേശപ്രകാരം ക്ലബ്ബുകൾക്ക് താരങ്ങളുടെ സമ്മതമില്ലാതെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ സാധിക്കില്ല. അതിനാൽ ക്ലബ്ബുകൾ താരങ്ങളുമായി ശമ്പളം കുറയ്ക്കുന്ന കാര്യത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ചില ക്ലബ്ബുകളുടെ താരങ്ങൾ തങ്ങൾ ശമ്പളം കുറച്ച് ഐ.എസ്.എൽ കളിക്കാൻ തയ്യാറാണ് എന്ന കാര്യവും ചില ക്ലബ്ബുകളുടെ താരങ്ങൾ തങ്ങൾ ശമ്പളം കുറയ്ക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കിയതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ശമ്പളം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതിനെക്കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയോട് സംസാരിച്ച ബ്ലാസ്റ്റേഴ്സ് സിഇഒ അഭിക് ചാറ്റർജി പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ താരങ്ങളോടും ജീവനക്കാരോടും ശമ്പളം കുറക്കുന്ന കാര്യത്തിൽ ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സീസണിൽ ചിലവുകൾ കുറച്ച് ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അഭിക് ചാറ്റർജി വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം പുതിയ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഓൾ ഇന്ത്യൻ സ്ക്വാഡുമായി ഐ.എസ്.എൽ കളിച്ചേക്കുമെന്ന് റൂമർ നിലവിലുണ്ട്. അത് സൂചിപ്പിക്കുന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട്. വിദേശ താരങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിയാൽ വലിയൊരു തുക സേവ് ചെയ്യാനാകും. എന്നാൽ അവർക്ക് പകരം താരങ്ങളെ റിസർവ് ടീമിൽ നിന്ന് കണ്ടെത്തുന്നത് വലിയ സാമ്പത്തിക നഷ്ടം ഇല്ലാത്ത നീക്കം തന്നെയാണ്. പ്രതിരോധ നിരയിൽ നിന്നും യുവാൻ റോഡ്രിഗസ് പോയതോടെ റിസർവ് ടീമിൽ നിന്നും പ്രതിരോധ താരമായ സുമിത് ശർമ്മയ്ക്ക് സീനിയർ ടീമിലേക്ക് പ്രമോഷൻ കിട്ടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ സമ്മറിൽ ടീമിലെത്തിയ സുമിത് സീനിയർ ടീമിനോടൊപ്പം പരിശീലനം നടത്തി വന്നിരുന്ന താരമായിരുന്നു.